കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ചർച്ചയാവുന്നതാണ് മലയാള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അവിടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പുകിലാണ് നടക്കുന്നത്, വലിയ വിവാദങ്ങളാണ് നടക്കുന്നത്. സാന്ദ്ര തോമസ് മത്സരിക്കാൻ വന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിനകത്ത് വലിയ എതിർപ്പുകൾ നേരിട്ടു. അവരുടെ നോമിനേഷൻ തള്ളുന്ന നിലയുണ്ടായി. അവർ കോടതിയിൽ പോയി. പക്ഷേ ഇന്നലെ കോടതിയിൽ നിന്ന് അവർക്ക് തിരിച്ചടിയുണ്ടായി. ഇതൊക്കെ ഇന്നലെ സംഭവിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഇന്നാണ് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സാഹചര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത ഏതാണ്? ഈ വലിയ കോലാഹലവും വിവാദവും ഒക്കെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമൽ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക്. അമൽ, ഗുഡ് മോർണിംഗ്. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏതായാലും കോടതി കയറിയ തെരഞ്ഞെടുപ്പാണ്. അത് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇന്ന് ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ശക്തമായ മത്സരമാണോ? ശരത്, തീർച്ചയായും ഇപ്പോൾ ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകീയമായ ഒരുപാട് രംഗങ്ങൾക്ക് ശേഷമാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ശക്തമായ മത്സരം തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് രാകേഷ് പിയും ഒപ്പം തന്നെ സജി നന്ദ്യാട്ടുമാണ്. ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരാണ് മത്സരരംഗത്തുള്ളത്. അത് ആനന്ദ് കുമാർ, ഒപ്പം തന്നെ സന്ദീപ് സനൻ, ഒപ്പം തന്നെ സോഫിയ പോൾ എന്നിവരാണ്. ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് കല്ലിയൂർ ശശി, ലിസ്റ്റിൻ സ്റ്റീഫൻ, ഒപ്പം തന്നെ വിനയൻ എന്നിവർ മത്സരിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് 3 പേർ തന്നെയാണ് മത്സരിക്കുന്നത്. ആൽവിൻ ആന്റണി, ആനന്ദ് കുമാർ, ഹംസ MM. ഇനി ഏറ്റവും ഒടുവിലായി ഈ ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് സജി നന്ദ്യാട്ടും സുബൈർ NPയുമാണ്. ഇതിനു പുറമെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 26 പേരും മത്സരിക്കുന്നു. ഇങ്ങനെയാണ് ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ഉള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തുതന്നെയായാലും ഒരു ശക്തമായ മത്സരം തന്നെ നടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി നാടകീയമായ രംഗങ്ങളായിരുന്നു ഈ നിർമ്മാതാക്കളുടെ ഈ സംഘടനയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉണ്ടായത്. ഈ തിരഞ്ഞെടുപ്പിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആ ഒരു ദിവസം മുതൽ തന്നെ ഈ സാന്ദ്ര തോമസിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കോടതിയിലേക്ക് അടക്കം ഈ ഒരു വിഷയം എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ സാന്ദ്ര തോമസ് ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ ഹർജി കഴിഞ്ഞ ദിവസം കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഈ ഹർജിയിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത് 3 കാര്യങ്ങളായിരുന്നു. അതായത് ഈ വരണാധികാരിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് അത് കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കണം, ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അത് പുറത്തുവിടാൻ വേണ്ടി പാടില്ല എന്നീ കാര്യങ്ങളൊക്കെയാണ് ഹർജിയിൽ സൂചിപ്പിച്ചത്. അത് കോടതി ആ ഒരു ഹർജി തള്ളുകയും ചെയ്തിരുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ സാന്ദ്ര തോമസിൻ്റെ ഈ ഒരു പത്രിക തള്ളിയത് അത് റദ്ദ് ചെയ്യണമെന്നും സൂചിപ്പിച്ച് ഹർജി നൽകിയിരുന്നു. എന്നാൽ അത് വിശദമായ വാദത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടിയാണ് ഇന്ന് നടക്കുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഈ പ്രസിഡന്റ് ഒപ്പം തന്നെ ട്രഷറർ എന്നീ 2 സ്ഥാനത്തേക്കാണ് സാന്ദ്ര തോമസ് മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ നാമനിർദ്ദേശ പത്രിക തള്ളുകയും പിന്നീട് ആ ഹർജി കോടതി തള്ളുകയും ചെയ്തതോടുകൂടിയാണ് ഇന്ന് സാന്ദ്ര തോമസിനെ മത്സരിക്കാൻ സാധിക്കാതെ വരുന്നത്. എന്ത് തന്നെയായാലും നാടകീയമായ നിരവധി മുഹൂർത്തങ്ങൾക്കൊടുവിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഏകദേശം ഒരു 10 മണിയോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ മത്സരം തന്നെയാകും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ശരത്.